വർക്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് നമ്മുടെ ഇതേ കണക്കത്തുള്ള വില്ലാസിലെ നാട്ടിൽ കാണുന്ന ഇതേ കണക്കത്തുള്ള വില്ലാസ് നമ്മളൊക്കെ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ദുബായിൽ അത് മേടിക്കാൻ ഒരുപാട് കാശ് വേണമെന്നാണ്. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന പെർട്ടിക്കുലർ വില്ലാസ് നമുക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എമിറാത്തീസിന് മാത്രം ഓൺ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ നമ്മൾ ദുബായിലെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ 3 ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഒന്ന് ലീസ് ഹോൾഡ് ആണ്, അത് 99 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. പിന്നെ വരുന്നതാണ് ഇത് കണക്ക് എമിറാത്തീസിന് ഓൺ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, അവർക്ക് മാത്രമേ അത് മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ്. അത് ഏത് നാഷണാലിറ്റിക്ക് വേണമെങ്കിലും മേടിക്കാം. നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെയാണോ പ്രോപ്പർട്ടി മേടിക്കുന്നത് കംപ്ലീറ്റ് ഓണർഷിപ്പ് നമുക്ക് കിട്ടും. അപ്പം ഇതേ കണക്കത്തുള്ള വില്ലാസ് നമ്മൾ എല്ലാവരും വിചാരം ദുബായ് കണക്കൊരു സ്ഥലത്ത് മേടിക്കാൻ നമുക്ക് ഒരുപാട് കാശ് വേണമെന്ന്. പക്ഷേ ഇത് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഞാനൊരു പബ്ലിക് ബീച്ചിലാണ് നിൽക്കുന്നത്, ഇതിപ്പോൾ എമിറാത്തികളുടെ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്ക് മെയിൻ ലാൻഡിൽ Tier 1 ഡെവലപ്പേഴ്സ് മാസ്റ്റർ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഇതേ കണക്കത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ വില്ലാസ് വരുന്നുണ്ട്, അതേ കണക്ക് 4 ബെഡ്റൂം 5 ബെഡ്റൂം ടൗൺ ഹൗസസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അഫോർഡബിൾ പ്രൈസിങ്ങിൽ ഒരു പേയ്മെന്റ് പ്ലാനോട് കൂടി നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ദുബായിൽ നിങ്ങളുടെ ഒരു വീട് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ല നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാസീവായിട്ട് 60-70 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.